ഹലോ, അസ്സലാമലൈക്കും. ഞാനിന്നിവിടെ താറാമുട്ട റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ചാള വാങ്ങാമെന്ന് വിചാരിച്ചപ്പോൾ ചാളക്ക് എന്നാ വിലയാണ്. അതുകൊണ്ടിട്ടാണ് നമ്മൾ താറാമുട്ട റോസ്റ്റിലേക്ക് ആയത്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഞാൻ എടുത്തിട്ടുണ്ട്, നിങ്ങളെല്ലാം വീഡിയോയിൽ കണ്ടല്ലോ. അതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാലപ്പൊടി ഒക്കെ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതേ അടുപ്പത്തിൽ ചട്ടിയിൽ എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ നമ്മൾ ആ കട്ട് ചെയ്ത് വെച്ച എല്ലാം കൂടെ വഴറ്റിയെടുക്കണം. അപ്പോൾ ആദ്യം വഴറ്റണം മുന്നേ ഈ മസാലക്കൂട്ടാണ് ഞാൻ വഴറ്റിയെടുക്കണം കേട്ടോ, ഈ മസാലപ്പൊടികൾ. അപ്പോൾ നമുക്ക് ഒരു കുത്തുണ്ടാവില്ല. മല്ലിപ്പൊടി ഒരു 4 ടീസ്പൂൺ അളവിലാണ് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. ഒരു ചെറിയൊരു ഗ്രേവി ആണല്ലോ, ഒരു ഓവർ ഗ്രേവി അല്ല. ഒരുപാട് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര കുത്തായിരിക്കും. എന്നിട്ട് എണ്ണ നന്നായി ചൂടാണ് മുന്നേ ഞാൻ ഇട്ട് കൊടുത്തു. ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ അതൊന്ന് കരിഞ്ഞു പോയാലാന്ന് ഓർത്ത് നീര് ചൂടായപ്പോൾ തന്നെ അതിട്ട് നന്നായി ഇങ്ങനെ വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ അത് വാടി വരുമ്പോൾ. ഇനി അതിലേക്ക് ഉടൻ തന്നെ അതിലേക്ക് കട്ട് ചെയ്ത ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളകും കൂടി ഇട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതിലേക്ക് കൊത്തി അരിഞ്ഞു വെച്ച സവാളയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതേ സവാള എല്ലാം ഇട്ട് കൊടുത്ത് എല്ലാം കൂടെ നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. അതായത് നല്ലപോലെ മിക്സ് ചെയ്ത് ഈ ഒരു പരുവത്തിലാണ് കണ്ട, നല്ല ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണമുണ്ടാണ് വരുന്നത്. ഇങ്ങനെ ഈ താറാമുട്ട റോസ്റ്റ് ചെയ്യണമെങ്കിൽ വേറെ കറിയൊന്നും വേണ്ട, അടിപൊളിയായിരിക്കും. താറാമുട്ട കഴിക്കാത്തവരും കഴിച്ചു പോകും, അമ്മാതിരി ടേസ്റ്റാണ്. പിന്നെ അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഞാനത് വഴറ്റുന്ന സമയത്ത് എനിക്ക് എന്തോ എണ്ണയുടെ പോരായോ തോന്നി. അതുകൊണ്ടിട്ട് ഞാൻ കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് വീണ്ടും നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട്. നല്ലതുപോലെ വഴന്ന് കിട്ടിയിട്ടുണ്ട്, വാടി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ചൂടുവെള്ളം ഒഴിച്ച് നമ്മളൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരുപാട് വെള്ളം ഒഴിക്കരുത് കേട്ടോ. നമ്മൾ ആവശ്യത്തിനുള്ള ചെറിയൊരു ഗ്രേവിയുടെ അനുസരിച്ചുള്ള വെള്ളം മാത്രം ഒഴിച്ചാൽ മതി കേട്ടോ. കണ്ട, ഈ ഒരു കണക്കിൽ മാത്രമേ ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. അതും ചൂടുവെള്ളം കേട്ടോ ഒഴിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ വെള്ളം ഒഴിക്കുന്ന ടൈമിൽ ഉപ്പൊക്കെ പോരായി ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി അതിലേക്ക് താറാമുട്ട പൊട്ടിച്ചാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പുഴുങ്ങിയിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിലേക്ക് എന്തോ സ്വാദ് കയറാത്തോട്ട്. അപ്പോൾ ഇടുന്നവർക്ക് പുഴുങ്ങിയിട്ട് വരഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിങ്ങനെ പൊട്ടിച്ചിടുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്കൊക്കെ ആ മസാല പിടിക്കുമല്ലോ, അതുകൊണ്ടിട്ടാണ്. അപ്പം കുട്ടികൾക്ക് താറാമുട്ട ഇഷ്ടമല്ല. അപ്പോൾ അതാണ് കുട്ടികൾക്ക് കോഴിമുട്ടയും എനിക്ക് താറാമുട്ടയും അങ്ങനെ ആയിട്ടാണ് വെച്ചത് കേട്ടോ. അതാണ് യെല്ലോയും റെഡും ഉണ്ണിയും അങ്ങനെ ആയിരിക്കണത്. അങ്ങനെ നമ്മളെല്ലാം പൊട്ടിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി ഒന്ന് തിളച്ച് ആ മുട്ടയുടെ ഉണ്ണിയൊക്കെ യെല്ലോവും റെഡൊക്കെ ഇങ്ങനെ വെന്ത് കഴിഞ്ഞാൽ നമുക്കത് സെർവ് ചെയ്യാനെടുക്കാം. അപ്പോൾ അത് ഇതെല്ലാം പിന്നെ അതെല്ലാം ഞാനത് ചെറുതായിട്ട് അതിൻ്റെ പൊക്കത്തേക്ക് കുറച്ച് ഗ്രേവിയൊക്കെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്തുന്ന ആ ടേസ്റ്റ് പിടിക്കാൻ വേണ്ടിയിട്ട്. കണ്ട് ഇതുപോലെ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ ടേസ്റ്റ് ആ ഉണ്ണിയിലേക്കും ആ ടേസ്റ്റ് ആ യെല്ലോയിലേക്കും പിടിക്കുമല്ലോ. അപ്പോൾ അതെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട്. കണ്ട, ഞാൻ തൊട്ട് കാണിക്കാണ്ടില്ലേ തവി കൊണ്ടിട്ട്. അപ്പോൾ നമുക്ക് അടുപ്പ് ഓഫ് ചെയ്യാം. എണ്ണയൊക്കെ തെളിഞ്ഞ് കാണാനൊക്കെ നല്ല ഭംഗിയുണ്ട്, നല്ല ടേസ്റ്റാണ് കേട്ടോ. ചോറിന് കൂടെ താറാമുട്ട റോസ്റ്റ് ഇങ്ങനത്തെ ഒരു റോസ്റ്റ് ഉണ്ടെങ്കിൽ വേറെ ഒരു കറിയും വേണ്ട. അപ്പോൾ അത് ഞാൻ സെർവ് ചെയ്യാനായിട്ട് എടുക്കണേട്ട്. അത് നമ്മുടെ താറാമുട്ട റോസ്റ്റും ചൂട് ചോറും അതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്ത് ഭംഗിയാണ് കാണാൻ, കൊതിയാണ്. ആ ഗ്രേവി അങ്ങോട്ട് ഇട്ടിട്ട് ഒരു നുള്ളു ഗ്രേവിയും ഈ ഒരു മുട്ടയും മതി, ഒരുപാട് ചോറ് തിന്നാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതുപോലെ മീനൊക്കെ വില കൂടിയ സമയത്ത് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്യുക. എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എന്നെ. ബൈ.